ഇന്നൊരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. കുറെ നാളായി ഈ ഒരു ബോട്ടിൽ ഈ ബ്ലാക്ക് കളർ അടിച്ചു വെച്ചിട്ട് ഇന്ന് എന്തായാലും അതിലൊരു ആർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ആർട്ട് ചെയ്യാനായിട്ട് ഇതാ ഈ ഒരു ലീഫാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഏകദേശം മുന്തിരിയുടെ ഒക്കെ ഒരു ലീഫിന്റെ പോലെ ഇല്ലേ, ശരിക്കില്ല എന്നാലും ഏകദേശം. അപ്പൊ അതിലേക്ക് ഒരു ഗോൾഡൻ കളർ പെയിന്റ് ഇതാ അടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഗ്രേപ്പ് വൈൻ ആ ഒരു തീമിലുള്ള ബോട്ടിൽ ആർട്ടാണ് ചെയ്യുന്നത്. അതും ഒരു ഗോൾഡൻ കളറിലാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ആ ഗോൾഡൻ കളർ പെയിന്റ് എടുത്തിട്ട് ആ ലീഫിൽ ഇതേപോലെ അടിച്ചു കൊടുത്തു. എന്നിട്ട് അതൊന്ന് പതുക്കെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ ആ ഒരു ലീഫിന്റെ ഒരു ആകൃതിയിൽ നമുക്കവിടെ കിട്ടും. ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേലും വേറെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇന്ന് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നത്. ഒരെണ്ണം നമ്മൾ കുപ്പിയുടെ അപ്പുറത്തെ സൈഡിൽ വെച്ചു. അടുത്തത് നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ വെച്ചു. പിന്നെ നമുക്ക് ഈ ഒരു താഴെ ഭാഗത്തായിട്ട് ഏകദേശം നമുക്കൊരു വള്ളി വരയ്ക്കാനായിട്ട് അപ്പം എങ്ങനെയൊക്കെ ആ ലീഫ് നിൽക്കും, അപ്പം ആ ഒരു രീതിയിൽ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും ഞാൻ ഈ ഒരു ബോട്ടിൽ പെയിന്റ് അടിക്കുമ്പം ഇതൊന്നും ആയിരുന്നില്ല എൻ്റെ മനസ്സിൽ, വേറൊരു മോഡലായിരുന്നു. പക്ഷെ അതെന്തോ ആ സമയത്ത് പിന്നെ ചെയ്യണം ഒരു കോൺഫിഡൻസ് എന്തോ വന്നില്ല. പിന്നെ ഈ ബോട്ടിൽ അങ്ങനെ ഇരുന്നു പോയതാണ്. പിന്നെ ഈ ഒരു രീതിയാണ് പിന്നെ എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതപ്പോൾ അപ്പം തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി നമ്മൾ അതിൻ്റെ ആ വള്ളികളൊക്കെ ഇങ്ങനെ ആ ഗോൾഡൻ കളർ പെയിന്റ് വെച്ചിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. വരയ്ക്കാൻ അത്ര എക്സ്പെർട്ടൊന്നും അല്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആ റിങ് പോലത്തെ സംഭവങ്ങളൊക്കെ ഇല്ലേ, ആ വള്ളി, അതൊക്കെ അങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. പെയിന്റ് ബ്രഷ് വെച്ച് വരച്ചു കൊടുക്കുന്നതുകൊണ്ട് വലിയൊരു പെർഫെക്ഷനിൽ കിട്ടുന്നില്ല, എന്നാലും അത്യാവശ്യമൊക്കെ ഒപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് മുന്തിരി വേണ്ടേ, അതിന് വേണ്ടിയിട്ട് വൈറ്റ് കളർ സെമി ബീഡ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഓരോന്നായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഈ വൈറ്റും ഗോൾഡനും ഇല്ലേ, അതൊരു നല്ലൊരു മാച്ചിങ് കളറാണ്. ശരിക്കും മുന്തിരിക്ക് ഇങ്ങനെ ഒരു വൈറ്റ് കളർ ഇല്ലാന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു ഇമാജിനേഷൻ ഇല്ലേ, അതിൽ ആ വൈറ്റ് കളറാണ് മുന്തിരിക്ക് ഒട്ടിച്ചെടുക്കുന്നത്. പിന്നെ ലീഫും അതുപോലെ തന്നെ ഗ്രീന് അല്ലേ ആവശ്യം. അപ്പോൾ അതും നമ്മൾ ഗോൾഡൻ അല്ലേ ചെയ്തത്, അതും നമ്മുടെ ഒരു ഇമാജിനേഷൻ തന്നെയാണ്. ഇപ്പൊ അതിനിടയ്ക്ക് ഒട്ടിച്ചു കൊടുത്തോണ്ടിരിക്കുമ്പം മുന്തിരിയുടെ ഷേപ്പ് ഒന്നും ശരിക്കും വരുന്നില്ല. ഏതൊരു രീതിയിലേക്ക് എങ്ങോട്ട് പോകണം എന്ന് ഒരു പിടിയില്ലാണ്ട് ഒട്ടിച്ചു കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ ഏതൊരു റൗണ്ട് ആയിട്ടുള്ളൂ. പിന്നെ ഞാൻ സൈഡിലൊക്കെ വെച്ച് കൊടുത്ത് എങ്ങനെയൊക്കെയോ ഒരു മുന്തിരിയുടെ ഷേപ്പ് ഒപ്പിച്ചെടുത്തു. അപ്പോൾ അതിന്റെ തണ്ട് നമുക്കിനി സൈഡിൽ നിന്ന് കൊടുക്കാം. അതുപോലെ ഇപ്പുറത്തെ സൈഡിലും മുന്തിരി ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാനിനി അതൊരു ആ ഒരു നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു കൊടുത്തു. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിനും എന്തോ ഒരു അപാകത എനിക്ക് തോന്നി. എന്തോ ഒരു ആർട്ടിഫിഷ്യാലിറ്റിയോ എന്തോ ഒരു സുഖമില്ല. എങ്ങനെ ചെയ്തിട്ടും അതൊരു മുന്തിരി ആയിട്ട് വരുന്നില്ല. പിന്നെ ഇത് എങ്ങനെയൊക്കെയോ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. എന്നാലും ഇപ്പൊ തുടങ്ങിപ്പോയില്ലേ, ഇനി എവിടെയെങ്കിലും കൊണ്ടൊന്ന് അവസാനിപ്പിക്കണ്ടേ. അതിനു വേണ്ടി വീണ്ടും എടുത്ത് ഒട്ടിക്കില്ല എന്നെ ഒട്ടിക്കില്ലേ. പിന്നെ മുകളിൽ ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. ഇനി ബാക്കിയുള്ള ആ വെയിൻസും അതുപോലെ മുന്തിരിയിലേക്കുള്ള ആ ഒരു തണ്ടക്കില്ലേ, അതൊക്കെ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഏറ്റവും അടിയിൽ ഓവറാക്കണ്ടെന്ന് വിചാരിച്ച് ചെറിയൊരു മുന്തിരിയാണ് കേട്ടോ ഞാൻ കൊടുത്തത്. ഇനി ആ മുന്തിരിയുടെ അടുത്തുനിന്നും ഒരു വള്ളി കിടന്നോട്ടെ അങ്ങനെ വിചാരിച്ച ഒരു വള്ളി അവിടെയും വരച്ചു കൊടുത്തു. താഴെയും അതുപോലെ ഒരു വള്ളി വരച്ചു കൊടുത്തു കേട്ടോ. ഇപ്പൊ ഏകദേശം ഒരു മുന്തിരി വള്ളി ഫീലിംഗ് വരുന്നുണ്ടല്ലേ. അപ്പൊ ഇവിടെ കൂടി ഒരു ചെറിയൊരു ബ്ലാങ്ക് തോന്നി. അപ്പൊ ഞാൻ അവിടെയും വരച്ചു കൊടുത്തു. അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ഇതെങ്ങനെയുണ്ട് കാണാനായിട്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഒരുപാട് വീഡിയോസ് ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. ഷോർട്സും വീഡിയോയും ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല നല്ല ക്രാഫ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.